പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ട് വിഷയങ്ങളാണ് പാർലമെന്റിനെ വലിയ തോതിൽ സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒന്ന്, ബീഹാർ വോട്ടർ പട്ടികയിലെ വിവാദ പരിഷ്കരണം, മറ്റൊന്ന് ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജി. ഈ രണ്ട് വിഷയങ്ങളിൽ കൃത്യമായി മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഇത് ശക്തമായി ഉന്നയിക്കുകയും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയുമായിരുന്നു. സിബി ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നോക്കാം, ഇന്ന് പാർലമെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, പ്രതിപക്ഷത്തിന്റെ നിലപാട്, ഭരണപക്ഷത്തിന്റെ സമീപനമൊക്കെ എങ്ങനെയാണെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. പാർലമെന്റ് ഇന്നലെ പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും അതേ രീതി തുടരാനാണോ സാധ്യത? പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതി എന്തിന് രാജിവെച്ചു എന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തതയും ഈ നിമിഷം വരെ വരുത്തിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. മറ്റൊന്ന്, ബീഹാറിലെ വിവാദ വോട്ടർ പട്ടിക പരിഷ്കരണം. ഇതെല്ലാം ഉയർന്നു വന്ന് ഇന്നും പാർലമെന്റ് വലിയ തോതിൽ ബഹളങ്ങൾക്കിടയാകാനാണോ സാധ്യത? മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പാർലമെൻറ്റ് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാർ വോട്ടർ പട്ടികയാണ്. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്ന 21-ാം തീയതി മുതൽ ഇന്ന് വരെ ഇപ്പോഴും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 2 ദിവസമായി പാർലമെൻറ്റ് കവാടത്തിൽ ആദ്യം പ്രതിപക്ഷ ഇന്ത്യ സഖ്യ എംപിമാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധം നടത്തുകയും പിന്നെ അതിനുശേഷം പാർലമെൻറ്റിൻ്റെ അകത്ത് ഇരു ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും കണ്ടത്. ഇന്നലെയും പാർലമെൻറ്റ് ഉച്ചയ്ക്ക് 2 മണിയോടെ 2 സഭകളും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്താൽ പിരിയുകയും ചെയ്തു. എന്തായാലും ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ 52 ലക്ഷത്തോളം വോട്ടർമാർ ബീഹാറിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി എന്ന് കമ്മീഷൻ തന്നെ സംബന്ധിച്ചുകൊണ്ട് രേഖാമൂലം അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ആദ്യ കരട് റിപ്പോർട്ടടക്കം പുറത്തു വരുന്നത്. ഈ സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ സെപ്റ്റംബർ വരെ അവർക്ക് പരിഹരിക്കാനുള്ള സമയവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ 52 ലക്ഷം പേർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്കകൾ ശരിവെക്കുന്ന കണക്കുകളാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ബീഹാറിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലും ഉണ്ടാകുന്നത്. ബീഹാറിലെ നിയമസഭയിലും വലിയ പ്രതിഷേധം അവിടെ തേജസ്വി യാദവിൻ്റെ നേതൃത്വം നടക്കുന്നത്. അതേസമയം തന്നെയാണ് പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം എല്ലാം തന്നെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ പോകുന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെയൊക്കെ ഈ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഏറ്റവും പിന്നോക്ക വിഭാഗക്കാരെയും മാത്രമല്ല ഗുരുതരമായ ആശങ്കയാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ഇതിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡോ റേഷൻ കാർഡോ ഇതൊരു മാനദണ്ഡമാക്കിക്കൂടെ എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പലതവണ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഈ വോട്ടർ IDയോ ആധാർ കാർഡോ റേഷൻ കാർഡോ അംഗീകരിക്കാൻ, ഒരു രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 11 രേഖകൾ, ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 11 രേഖകൾ സ്വാഭാവികമായും അവിടെ ബീഹാറിൽ വരുമ്പോൾ സ്വാഭാവികമായും ഭൂരിഭാഗം പേരുടെയും വോട്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗക്കാരെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ് ഏറ്റവും അധികം ബാധിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. എന്തായാലും ഇന്നും പാർലമെൻറ്റിൽ ഇരു സഭകളിലും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും. അതിനു മുമ്പായി തന്നെ പാർലമെൻറ്റ് കവാടത്തിലും ഈ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ ഇതുവരെയും ഈ കാര്യത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിക്കാനോ ചർച്ച ചെയ്യാനോ ഇതിലുള്ള ആശങ്കകൾ ദൂരീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരോ ഇത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ ബാധിക്കുന്ന ഇത് ബീഹാറിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കേരളം, അസം, പോണ്ടിച്ചേരി അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം സമാനമായി വരാൻ പോകുന്നു. രാജ്യത്താകമാനം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായും ഇത് രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന ഓരോ ജനങ്ങളുടെയും സംവിധാന അവകാശത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് ഭരണഘടനാപരമായ അവരുടെ അവകാശം കൂടിയാണ്. ഈ അവകാശത്തെ ഹനിക്കുന്ന ഈ നടപടി, ഇതിൽ ഒരു ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് മനുഷ്യത്വരഹിതവും ഭരണഘടനാ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ പാർലമെൻറ്റിലെ ഇരു സഭകളിലും പ്രതിഷേധമുയർത്തുക. ഇന്നും സമാനമായ പ്രതിഷേധമുണ്ടാകും. മറ്റൊന്ന്, ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിൻ്റെ രാജിയാണ്. നമുക്കറിയാം, പാർലമെൻറ്റ് ആദ്യ സെഷനിൽ 21-ാം തീയതി ആദ്യ സെഷനിൽ അദ്ദേഹമാണ് രാജ്യസഭയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് രാജ്യസഭ ചെയർ പദവിയിൽ ഇരുന്നത്. പക്ഷേ വൈകിട്ടോടെ അദ്ദേഹത്തിൻ്റെ രാജി
അപ്രതീക്ഷിതമായി രാജി അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാജിവെച്ചതെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം JNU നടത്തിയ ഒരു പരിപാടിയിൽ തൻ്റെ കാലാവധി 2027 ഓഗസ്റ്റ് വരെയുണ്ട്, അതുവരെ താൻ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതും ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത്ര തിടുക്കത്തിൽ രാജിവെക്കേണ്ടി വന്നു എന്നുള്ള കാര്യത്തിൽ ദുരൂഹത ബാക്കി നിൽക്കുന്നു. ഈ ദുരൂഹത നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും അടിയന്തര പ്രമേയ നോട്ടീസ് ചട്ടം 267 പ്രകാരം നൽകിയെങ്കിലും അത് ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാട് രാജ്യസഭയിൽ ഉപാധ്യക്ഷനായ ഹരിവംശ നാരായൺ സിംഗ് എടുക്കുകയായിരുന്നു. ആ കാര്യത്തിലും ഭരണഘടനാ പദവിയുടെ ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന സ്ഥാനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി പാർലമെൻറ്റിൽ യാത്രയപ്പൊക്കെ നൽകിക്കൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി വിടേണ്ട ആൾ കൂടിയായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അദ്ദേഹം രാജിവെച്ച് പുറത്തുപോവുകയും അദ്ദേഹം ഇപ്പോഴും മൗനം തുടരുകയാണ്. ആ കാര്യത്തിലെല്ലാം നിലയിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുന്നു.